നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം എല്ലാ മതഗ്രന്ഥങ്ങളും സമാധാനവും സ്നേഹവും എല്ലാമാണ് പ്രഘോഷിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് എങ്ങനെ നന്നായി ബിസിനസ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാമായണത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലക്ഷ്മണരേഖ എന്ന് പറയുന്ന സന്ദേശം. അത് ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലക്ഷ്മണരേഖ ക്രോസ് ചെയ്യാതിരിക്കുക. അത് മാത്രമല്ല മിന്നുന്നതെല്ലാം പൊന്നല്ല. എല്ലാ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും പൊന്നാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ സീതാ സ്വർണ്ണവാനെ കണ്ട കഥയുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കിയാൽ എല്ലാ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും സ്വർണ്ണവാനല്ല. അത് തിരിച്ചറിയാനുള്ള കഴിവ് സംരംഭകന് ഉണ്ടാവണം. മാർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, നിങ്ങൾ എല്ലാം നേടിക്കേണ്ടത് നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്, പക്ഷേ നല്ല പ്രോഫിറ്റാണ് കൂടുതൽ നല്ലത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്നത് ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്. ഖുറാനിൽ പറയുന്നത് നമ്മളൊരു ടീം മെമ്പർ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ അവൻ്റെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതിഫലം നൽകി ആദരിക്കണമെന്നാണ് പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ നന്നായിട്ട് ബിസിനസ് ചെയ്യണം എന്നാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.